Welcome to my channel. This is for my second long video. ഇന്ന് എന്താന്ന് വെച്ചാൽ ഇതൊരു ഗിഫ്റ്റ് ബോക്സ് കേട്ടോ. സോ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ഈ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയെന്നറിയോ? അത് വേറെ ഒന്നുമല്ല, നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങണ നമ്മളെ സോഡ ബോട്ടിൽ ഉണ്ടല്ലോ, ഇതായിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ എന്തല്ലേ. ഇതേപോലെ വീഡിയോ കുറേ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയത്, ഇതിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. ആദ്യം ബോട്ടിലിൻ്റെ ഈ രണ്ട് സൈഡും സെൻറ്റർ മാത്രം മതി നമുക്ക്, ബാക്കി കട്ട് ചെയ്താണ്ട് എടുക്കാം. പിന്നെ വേണ്ടത് കാർഡ്ബോർഡ് പീസാണ് കേട്ടോ. അതും ഇതേപോലെ രണ്ട് റൗണ്ട് ഷേപ്പ് എടുക്കുക. ഞാൻ മിസ്റ്റേക്ക് പറഞ്ഞില്ലേ, ആ ഒന്നാമത്തെ മിസ്റ്റേക്ക് ഇതാണ് കേട്ടോ. സംഭവം ആ ഒരു സ്റ്റെപ്പ് വേണമെന്നില്ല, പക്ഷെ ഞാൻ ഫസ്റ്റ് അങ്ങനെയാണ് ചെയ്തത്. അപ്പം അത് ഒഴിവാക്കട്ടെ നമുക്ക്. അത് പിന്നെ മാറ്റി എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ഗിൽറ്റർ പേപ്പർ ഉണ്ട്, അതിൽ നമ്മൾ ആ റൗണ്ട് ഷേപ്പിലുണ്ട് ഒട്ടിച്ച് കൊടുക്കട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കട്ടോ. ഫസ്റ്റ് ഈ സ്റ്റെപ്പ് ചെയ്യാം, പിന്നെ എന്താക്കുക, പിന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ ഗിൽറ്റർ പേപ്പർ എടുക്കാം. പിന്നെ ആ ഒരു അളവിലെടുത്താണ്ട് ഇതാ ഞാൻ കട്ട് ചെയ്ത മാതിരി ഇങ്ങനെ എടുത്തൊട്ടിക്കാം. സംഭവം ഇത്രേ ഉള്ളൂ. അങ്ങനത്തെ രണ്ടെണ്ണം എടുക്കണം കേട്ടോ. സംഭവം ഇത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്ക് തിരുത്തിയത് എങ്ങനെ വെച്ചാൽ, സംഭവം ആ ഒരു ഗിൽറ്റർ പേപ്പറിൻ്റെ ഇതാ ഈ ഒരു ചെറിയൊരു പീസ് എടുത്താൽ മതി. എന്നിട്ട് ആ ബോട്ടിലിനോട് ഇങ്ങനെ ചേർത്ത് കണ്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെന്താ, നമ്മൾ ആ കാർഡ്ബോർഡ് പീസിൻ്റെ അത് ഒഴിവാക്കിയതാട്ടോ ഞാൻ. അത് ഒഴിവാക്കിയിട്ട് ഈ പീസ് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കാണാനൊരു വൃത്തിയും ഉണ്ടാവും. ഇപ്പോഴല്ലേ സംഭവം രസം ഉണ്ടാവുക. പിന്നെ അത് രണ്ടും കണ്ട് വെച്ചെടുത്താൽ സംഭവം റെഡി. പിന്നെ ഞാനൊരു ബൗ വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഞാൻ രണ്ടാമത്തെ ബോക്സാണ് ഉണ്ടാക്കുന്നത്. അതാണ് കേട്ടത്. ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനിതാ ആ ബോട്ടിൽ തന്നെ സംഭവം, അത് ഞാൻ പറഞ്ഞ പോലെ ആദ്യം എടുത്ത പോലെ തന്നെ ആ സെൻറ്റർ ഭാഗം എടുത്താൽ മതി. ആദ്യം അതിൻ്റെ ഒരു സൈഡ് അങ്ങനെ അതേപോലെ മടക്കി കൊടുക്കുക. കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ എന്താക്കി, കത്രികയായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ ആക്കി കൊടുത്താൽ, പിന്നെ ആ രണ്ട് സൈഡും കൂടിയും ഒരേപോലെ പിടിച്ചിക്കാണ്ട് മറ്റേ രണ്ട് സൈഡും കൂടിയും അമർത്തി കൊടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണ്. ഇല്ല അതേപോലെ വീഡിയോ കണ്ടിട്ടാൽ മനസ്സിലാക്കി അതേപോലെ ചെയ്യട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് എന്താക്കുക, ഷേപ്പാക്കി കൊടുക്കുക. കയ്യേറ്റ് തന്നെ അത് ഇതാക്കിയാൽ മതി. അപ്പോൾ എന്താവും, സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ബോക്സിൻ്റെ മെയിൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സ്ക്വയർ ഷേപ്പിൽ പീസ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ ഗിൽറ്റർ പേപ്പർ എടുക്കുക, അത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യണ പോലെ ഈ 4 കോർണറും ആദ്യം വെട്ടി കൊടുക്കുക. എന്നിട്ട് പശ തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 ഇതേപോലത്തെ പേപ്പറാണ് വേണ്ടത്. ഗിൽറ്റർ പേപ്പർ തന്നെ 4 പീസ് വേണം. അപ്പോൾ ഞാൻ എടുത്ത പോലെ എടുക്കുക. ഇനി ഇങ്ങനെ ഞാൻ ചെയ്യണ മാതിരി ആദ്യമായിട്ട് 4 സൈഡ് ഇതേപോലെ കോർണറിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. ബാക്കി കട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഈ 4 പീസ് എടുത്തതിൽ ഒരു സ്ക്വയറിൽ ഞാൻ 2 യൂസ് ചെയ്യണത്. എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പീസ് ഒഴിവാക്കണം കേട്ടോ. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് വേണം അത് ഒട്ടിക്കാൻ. ഈ ഫെവിക്കോളാണെങ്കിൽ പിന്നെ കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പിന്നെ വേഗം ഒട്ടി കിട്ടും. അങ്ങനെ ഈ 2 റെഡിയാക്കി കഴിഞ്ഞാൽ സംഭവം അതിൻ്റെ ഇത് റെഡി. ഇനി കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ റിബൺ എടുത്തിക്കണം കേട്ടോ, വൈറ്റ് റിബണ്. എന്നിട്ടത് ആ ഒരു സ്ക്വയറിൻ്റെ അതുമ്മേൽ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ ആ ബോക്സ് എന്താക്കാം, പിന്നെ ആ ബോട്ടിലായിട്ട് ഉണ്ടാക്കിയത് അതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
പിന്നെ ആ ബാക്കി വരുന്ന ആ റിബൺ എന്താക്കുക, ആ ബോട്ടിൽമേൽ ഇതേപോലെ ഇട്ടിച്ച് കൊടുക്കുക. സംഭവം അത്രേ ഉള്ളൂ. പിന്നെ ഒരു റിബൺ ഉണ്ടാക്കുക, അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ രസമുണ്ടോ? സംഭവം അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.